നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ കർക്കിടക മാസത്തെ സമ്പൂർണ്ണ മാസഫലമാണ് പറയാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം നോക്കാം. മേടക്കൂറുകാർക്ക് വരവിലും അധികമായ ചിലവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. യാത്രയിൽ അപകടമുണ്ടാവാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. നിസ്സാരമായ അസുഖങ്ങൾ വരാം. കലാവാസന പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. വിദേശത്ത് നിന്നും ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത. അടുത്തതായി ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമാണ് നടക്കുന്നത്. സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനാകും. കലാകാരന്മാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. ഓഹരി ഇടപാടുകൾ ലാഭകരമായി മാറും. പുതിയ വാഹനം വാങ്ങാൻ കഴിയും. യാത്ര മാറ്റിവെക്കേണ്ടി വരും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു. അടുത്തത് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറുകാർക്ക് ഉല്ലാസയാത്ര നടത്താനുള്ള സാധ്യത കാണുന്നു. ആർഭാടങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണകരമായ കാലമാണ്. ആരോഗ്യം തൃപ്തികരമാണ്. ബന്ധുക്കളെ സഹായിക്കും. അടുത്തതായി കർക്കിടകം കൂറുകാരുടെ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാല്, പൂയം, ആയില്യം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും. ദീർഘകാലമായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾ താനെ ഒഴിവാകും. പങ്കാളിയെ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ വർദ്ധിപ്പിക്കും. പുതിയ വാഹനം വാങ്ങാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനില്ല. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം മകം, പൂരം, ഉത്രം, കാൽഭാഗം. ഈശ്വരാധീനം ആവോളം ഉള്ള സമയം ആയതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകും. വരുമാനം വർദ്ധിപ്പിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിക്കും. പങ്കാളിയുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി. ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടാം. മേലുദ്യോഗസ്ഥരുടെ എതിർപ്പ് നേരിടേണ്ടി വരും. യാത്രാവേളയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനും ഇടയുണ്ട്. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. വീട് നിർമ്മാണം പൂർത്തിയാക്കും. അടുത്തതായി തുലാക്കൂറുകാരുടെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ. ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും. വരുമാനത്തിൽ വർധനവും ഉണ്ടാകും. എതിരാളികളെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകാം. കുറച്ചു കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട രേഖ കിട്ടാൻ സാധ്യത. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവെ ഈശ്വരാധീനം കുറഞ്ഞ കാലമാണ്. അവിവാഹിതരുടെ വിവാഹം തീരുമാനിക്കാൻ സാധ്യത കാണുന്നു. കാർഷിക കാര്യങ്ങളോട് താൽപര്യം വർദ്ധിക്കും. ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനില്ല. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും. സുഹൃത്തിന്റെ സഹായം ലഭിക്കും. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കും. പുതിയ വാഹനം വാങ്ങാനും യോഗം കാണുന്നു. ഉന്നത അധികാരങ്ങൾ ലഭിക്കും. അടുത്ത ഒരു ബന്ധുവുമായോ സുഹൃത്തുമായോ അഭിപ്രായ ഭിന്നത ഉണ്ടാവാം. ദൈവാധീനം ഉള്ള കാലമായതിനാൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതുപോലെ നടക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി. പണയം വെച്ച ഉരുപ്പടികൾ തിരിച്ചെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ സാധ്യത കാണുന്നു. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം നീണ്ടുപോകും. പുതിയ ജോലി ലഭിക്കും. ഓഹരി ഇടപാടുകൾ ലാഭകരമാകും. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. സാമ്പത്തികമായി പുരോഗതി ലഭിക്കും. പങ്കാളിയെ കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ സാധിക്കും. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ആരോഗ്യം ശ്രദ്ധിക്കുക. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കും. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വരുമാനം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ്. യാത്രകൾ ധാരാളം നടത്തും. പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കും. ത്വക്കുരോഗങ്ങൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് സന്തോഷകരമായ കാലമാണ്. മനക്ലേശം വിട്ടുമാറും. കാർഷിക ലാഭം വർദ്ധിപ്പിക്കും. അയൽക്കാരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കും.
ഓം നമഃ ശിവായ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.